Today we are going to discuss about quantization process. ഒരു അനലോഗ് സിഗ്നലിനെ നമ്മൾ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് സാമ്പിളിംഗ്, ക്വാണ്ടൈസിംഗ് ആൻഡ് എൻകോഡിംഗ് ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. അതിലെ സാമ്പിളിങ്ങിൻ്റെ കേസ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മൾ ക്വാണ്ടൈസേഷൻ പ്രോസസ്സിൻ്റെ കേസാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ നമുക്കറിയാം, ഒരു ഐഡിയൽ സാമ്പിളിംഗ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് അവിടെ ഡെൽറ്റ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സാമ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്രാക്ടിക്കലി നമുക്ക് ഡെൽറ്റ ഫംഗ്ഷൻസ് റിയലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ആ ഒരു കേസിൽ നമ്മൾ സ്മോൾ ഡ്യൂറേഷൻ പൾസസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ അനലോഗ് സിഗ്നലിനെ സാമ്പിൾ ചെയ്യുന്നത്. ദെൻ ആ ഒരു കേസിൽ നമുക്ക് കിട്ടുന്ന സാമ്പിൾസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. ഒരു പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഫോമിന്റെ ഒരു ഫോമിലായിരിക്കും നമുക്ക് ഈ ഒരു സാമ്പിൾഡ് സിഗ്നൽ കിട്ടുന്നത്. ഈ സാമ്പിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സാമ്പിൾസിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഒരു പർട്ടിക്കുലർ സാമ്പിളിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഒരു സാമ്പിളിന്റെ ഡ്യൂറേഷനിലെ ഈ അനലോഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണോ ആ ഒരു ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. സോ നമ്മുടെ പ്രാക്ടിക്കൽ സാമ്പിളിങ്ങിന്റെ കേസിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആൻഡ് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് സാമ്പിൾസ് ആയിരിക്കും. ദെൻ ഈ കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡിനെ ഡിസ്ക്രീറ്റൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്വാണ്ടൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ക്വാണ്ടൈസേഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള സാമ്പിൾസ് ആയിരിക്കും. ക്വാണ്ടൈസേഷൻ പ്രോസസ്സിൽ ഈ ഓരോ സാമ്പിളിൻ്റെയും ചേഞ്ചിങ് ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ലെവൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നമ്മളുടെ അനലോഗ് സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നത് ഒരു 0 വോൾട്ടിനും 10 വോൾട്ടിനും ഇടയിലാണെന്ന് വിചാരിക്കുക. സോ നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് സാമ്പിൾഡ് സിഗ്നൽ കൺസിഡർ ചെയ്യുമ്പോഴും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ വരുന്നത് ആ 0 വോൾട്ടിനും 10 വോൾട്ടിനും ഇടയിലായിരിക്കും. ദെൻ നമ്മൾ ക്വാണ്ടൈസേഷന് വേണ്ടിയിട്ട് ആ ഡിഫറെൻറ്റ് ഡിസ്ക്രീറ്റ് വാല്യൂസിൻ്റെ ഒരു സെറ്റ് ആദ്യമേ തന്നെ ഫോം ചെയ്യുന്നു. ഇവിടെ നമ്മൾ 0, 1, 2, 3 എക്സെട്രാ ടു 10 അങ്ങനെ ടോട്ടൽ 11 ഡിസ്ക്രീറ്റ് ലെവൽസ് ആണ് ഈ ക്വാണ്ടൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കാം. ദെൻ നമുക്ക് 11 ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻപുട്ടിൻ്റെ ആ 0 to 10 എന്ന് പറയുന്ന ആ ഒരു ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് റേഞ്ചിനെ 11 ഡിഫറെൻറ്റ് റേഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. സോ നമ്മൾ നമ്മുടെ ഇൻപുട്ടിൻ്റെ ആ ഒരു 0 to 10 എന്ന് പറയുന്ന ആ ഒരു ആംപ്ലിറ്റ്യൂഡ് റേഞ്ചിനെ -0.5 to +0.5 +0.5 to 1.5 then 1.5 to 2.5 then 2.5 to 3.5 അങ്ങനെ ഡിഫറെൻറ്റ് റേഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ദെൻ നമ്മുടെ ലാസ്റ്റ് റേഞ്ച് വരുന്നത് 9.5 to 10.5 ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് ടോട്ടൽ 11 റേഞ്ചുകൾ ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ ഒരു പർട്ടിക്കുലർ സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ -0.5നും +0.5നും ഇടയിലാണ് വേരി ചെയ്യുന്നതെങ്കിൽ ആ കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചിനെ നമ്മൾ 0 എന്ന് പറയുന്ന ആ ഒരു ഡിസ്ക്രീറ്റ് ലെവൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ദെൻ നമ്മൾ അടുത്ത ഒരു സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് വന്നിരിക്കുന്നത് 0.5നും 1.5നും ഇടയിലാണെന്ന് വിചാരിക്കുക. ആ കണ്ടിന്യൂസ് ചേഞ്ചിങ് ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ 1 എന്ന് പറയുന്ന ആ ഒരു ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് ലെവൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ദെൻ വേറെ ഒരു സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് വന്നിരിക്കുന്നത് ഇപ്പോൾ 7.5നും 8.5നും ഇടയിലാണെന്ന് വിചാരിക്കുക. ആ കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ 8 എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് ലെവൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. സോ ഓരോ റേഞ്ച് ഓഫ് ആംപ്ലിറ്റ്യൂഡിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓരോ ഡിസ്ക്രീറ്റ് ലെവൽ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ആ കറസ്പോണ്ടിങ് ഡിസ്ക്രീറ്റ് ലെവൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡിനെ റീപ്ലേസ് ചെയ്യും. സോ നമ്മൾ ഈ ഒരു ക്വാണ്ടൈസേഷൻ പ്രോസസ്സിൽ നമ്മുടെ ടോട്ടൽ ഇൻപുട്ട് ആംപ്ലിറ്റ്യൂഡ് റേഞ്ചിനെ ഡിഫറെൻറ്റ് സ്മോൾ റേഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ സ്മോൾ റേഞ്ചിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ ഓരോ സാമ്പിളിൻ്റെയും കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡിനെ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു ആംപ്ലിറ്റ്യൂഡ് ഏത് റേഞ്ചിലാണ് വരുന്നത് എന്നുള്ളത് നോക്കുന്നു. ദെൻ ആ റേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഡിസ്ക്രീറ്റ് ലെവൽ വെച്ചിട്ട് നമ്മൾ ആ സാമ്പിളിന്റെ ആംപ്ലിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യുന്നു. സോ ഈ ഒരു ക്വാണ്ടൈസേഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള സാമ്പിൾസ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ആംപ്ലിറ്റ്യൂഡിനെ ഡിസ്ക്രീറ്റൈസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഇൻഫർമേഷൻ ലോസ് ആക്ച്വലി ഒക്കർ ചെയ്യുന്നില്ല. ബിക്കോസ് എനി ഹ്യൂമൻ സെൻസ് ലൈക്ക് ഇയർ ഓർ ഐ
can detect only finite intensity differences, and this means that the original continuous signal may be approximated by a signal constructed of discrete amplitudes selected on a minimum error basis from an available set. നമ്മളുടെ ഹ്യൂമൻ സെൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ഫൈനൈറ്റ് ഇന്റൻസിറ്റി ഡിഫറൻസസിന് മാത്രമേ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു ചെറിയ ഇന്റൻസിറ്റി വേരിയേഷൻ ആണ് അവിടെ വരുന്നതെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഹ്യൂമൻ സെൻസിന് പറ്റില്ല. സോ നമ്മൾ ഈ ഒരു ചെറിയ കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചിനെ മാറ്റിയിട്ട് അതിനു പകരം ഒരു കോൺസ്റ്റന്റ് ഡിസ്ക്രീറ്റ് വാല്യൂ യൂസ് ചെയ്യുമ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഹ്യൂമൻ സെൻസിന് പറ്റില്ല. എന്തായാലും നമ്മൾ ഇവിടെ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഒരു ലോസ് എന്തായാലും അവിടെ ഒക്കർ ചെയ്യും. പക്ഷെ അത് നമ്മുടെ ഹ്യൂമൻ സെൻസിന് ഐഡന്റിഫൈ ചെയ്ത് എടുക്കാൻ പറ്റുന്നതിനേക്കാളും ചെറിയ ഒരു വേരിയേഷൻ ആയിരിക്കും. സോ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ലോസ് ഇല്ലാത്ത രീതിയിൽ തന്നെ അത് ഫീൽ ചെയ്യും. ദെൻ ഈ ഡിസ്ക്രീറ്റ് വാല്യൂസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അത് ഒരു മിനിമം എറർ ബേസിസിൽ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലാർജ് ഇൻഫർമേഷൻ ലോസ് ഒക്കർ ചെയ്യും. ദെൻ ദി existence of a finite number of discrete amplitude levels is a basic condition of pulse code modulation. If we assign the discrete amplitude levels with sufficiently close spacing, we may make the approximated signal practically indistinguishable from the original continuous signal. നമ്മൾ ഈ discrete amplitude levels ചൂസ് ചെയ്യുമ്പോൾ ക്ലോസ്ലി സ്പേസ്ഡ് വാല്യൂസ് നമ്മൾ ചൂസ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു ലാർജ് ഇൻഫർമേഷൻ ലോസ് ഒക്കർ ചെയ്യും. അതിന്റെ ഐഡിയ ക്ലിയർ ആകാനായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കേസ് തന്നെ കൺസിഡർ ചെയ്യുക. നമ്മുടെ അനലോഗ് സിഗ്നലിൽ 0യ്ക്കും 10നും ഇടയ്ക്കുള്ള ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് ആണ് ഒക്കർ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ദെൻ നമ്മൾ അതിനെ ക്വാണ്ടൈസ് ചെയ്യാനായിട്ട് 3 ഡിഫറെന്റ് ഡിസ്ക്രീറ്റ് ലെവൽസ് ആണ് ചൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അതായത് 0, 5 ആൻഡ് 10 എന്ന് പറയുന്ന 3 ഡിഫറെന്റ് ഡിസ്ക്രീറ്റ് ലെവൽസ് ആണ് നമ്മൾ ക്വാണ്ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ദെൻ നമുക്ക് ഇൻപുട്ടിന്റെ ആ ഒരു ടോട്ടൽ റേഞ്ചിനെ 3 ഡിഫറെന്റ് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 5 വോൾട്ടേജ് സൈസിൽ വരുന്ന 3 ഡിഫറെന്റ് റീജിയൻസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. -2.5 തുടങ്ങി +2.5 വരെ ഒരു റീജിയൻ, ദെൻ 2.5 തുടങ്ങി 7.5 വരെ അടുത്ത റീജിയൻ, ദെൻ 7.5 തുടങ്ങി 12.5 വരെ തേർഡ് റീജിയൻ. ദെൻ നമ്മൾ സാമ്പിൾസിന്റെ ആംപ്ലിറ്റ്യൂഡ് കൺസിഡർ ചെയ്യുമ്പോൾ അത് -2.5നും +2.5നും ഇടയിലാണെങ്കിൽ നമ്മൾ അതിനെ 0 ലെവൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ദെൻ സാമ്പിൾസിന്റെ ആംപ്ലിറ്റ്യൂഡ് വരുന്നത് 2.5നും 7.5നും ഇടയിലാണെങ്കിൽ നമ്മൾ അതിനെ 5 എന്ന് പറയുന്ന ആ ഒരു ഡിസ്ക്രീറ്റ് ലെവൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ദെൻ സാമ്പിൾസിന്റെ ആംപ്ലിറ്റ്യൂഡ് വരുന്നത് 7.5നും 12.5നും ഇടയിലാണെങ്കിൽ നമ്മൾ അതിനെ 10 എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ലെവൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. സോ ഈ ഒരു കേസിൽ നമുക്ക് 3 ഡിസ്ക്രീറ്റ് ലെവൽസേ വരുന്നുള്ളൂ, 0യും 5ഉം 10ഉം. സോ നമുക്ക് 0യ്ക്കും 5നും ഇടയ്ക്ക് വേറെ ലെവൽസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സോ നമുക്ക് 1, 2, 3, 4 എന്നൊക്കെ പറയുന്ന ആ ആംപ്ലിറ്റ്യൂഡ് ലെവൽസിനെ ഒന്നും റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ആക്ച്വലി അവിടെ ആ ഇൻഫർമേഷൻസ് ലോസ് ആയി പോവുകയാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഡിസ്ക്രീറ്റ് ലെവൽസ് ചൂസ് ചെയ്തിരുന്നത് 0, 1, 2, 3 ആ ഒരു ഫോമിലാണ്. സോ ആ ഒരു കേസിൽ നമുക്ക് 0 ലെവൽ റെപ്രസെന്റ് ചെയ്യാം, 1 ലെവൽ റെപ്രസെന്റ് ചെയ്യാം, 2 ലെവൽ റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് ആ വോൾട്ടേജ് ലെവൽസുകൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു കേസിൽ ഇൻഫർമേഷൻ ലോസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് നമ്മൾ ഈ ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് ലെവൽസ് ക്ലോസ് സ്പേസിംഗിലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ കൂടുതൽ നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് ലെവൽസ് റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ടുണ്ടാകും. സോ നമ്മൾ ഇൻപുട്ടിന്റെ ആ ഒരു ടോട്ടൽ റേഞ്ചിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ സ്മോൾ റേഞ്ചുകളായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് എത്ര ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് ലെവലുകൾ ഉണ്ടോ അത്രയും റേഞ്ചുകൾ നമുക്ക് വേണം. സോ ആ ഒരു സ്മോൾ റേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മോൾ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷന് വരെ പ്രിസൈസ് ആയിട്ട് ഒരു ഡിസ്ക്രീറ്റ് ലെവൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം ഈ ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് ലെവൽസുകൾ തമ്മിൽ ഒരു ലാർജ് സെപ്പറേഷൻ ആണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ നമ്മുടെ ഇൻപുട്ട് ആംപ്ലിറ്റ്യൂഡ് റേഞ്ചിനെ ഡിവൈഡ് ചെയ്യുന്നത് ലാർജ് സൈസ് റീജിയൻസ് ആയിട്ടായിരിക്കും. സോ ആ ഒരു കേസിൽ നമുക്ക് ഒരു ലാർജ് റേഞ്ച് ഓഫ് വോൾട്ടേജസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിംഗിൾ ഡിസ്ക്രീറ്റ് ലെവലാണ് ഉള്ളത്. സോ ആ ഒരു ലാർജ് റേഞ്ചിനെ ഒരു സിംഗിൾ വാല്യൂയിലേക്ക് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ലാർജ് ഇൻഫർമേഷൻ ലോസ് ആയിരിക്കും ഒക്കർ ചെയ്യുന്നത്. സോ നമ്മുടെ ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് ലെവൽസ് നമ്മൾ എപ്പോഴും ഒരു ക്ലോസ് സ്പേസിംഗിൽ ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ
ക്വാണ്ടൈസേഷന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെഫിനീഷൻ എങ്ങനെ പറയാം എന്നുള്ളത് നോക്കാം. ദി ആംപ്ലിറ്റ്യൂഡ് ക്വാണ്ടൈസേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ദി സാമ്പിൾ ആംപ്ലിറ്റ്യൂഡ്സ് m of nts of a message signal m of t at time t equal to nts into a discrete amplitude v of nts taken from a finite set of possible amplitudes. Okay, അതായത് ടി ഓഫ് എൻ ടി എസ് എന്ന് പറയുന്ന ഈ ഒരു ടൈമിലെ എം ഓഫ് എൻ ടി എസ് എന്ന് പറയുന്ന സാമ്പിളിന്റെ ആ ഒരു കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ വി ഓഫ് എൻ ടി എസ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ we assume that the quantization process is memoryless and instantaneous, which means that the transformation at time t equal to nts is not affected by earlier or later samples of the message signal. Then when using memoryless quantizer, we may simplify the notation by using m in place of m of nts. So ഈ m of nts നെ നമ്മൾ നോർമലി m ആയിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്. ദെൻ നമുക്ക് ഈ ക്വാണ്ടൈസറിന്റെ ബ്ലോക്ക് ഡയഗ്രം റെപ്രസെന്റേഷൻ ഈ ഒരു ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഈ ക്വാണ്ടൈസറിന്റെ ആ ഒരു ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഈ ഒരു g of m ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഇതിന്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കണ്ടിന്യൂസ് സാമ്പിൾസ് അപ്ലൈ ചെയ്യുന്നു. ദെൻ ക്വാണ്ടൈസറിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് ഡിസ്ക്രീറ്റ് സാമ്പിൾസ് ആയിരിക്കും. ഓക്കെ, സോ ഒരു ക്വാണ്ടൈസറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആൻഡ് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് സാമ്പിൾസ് ആണ്. ആൻഡ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള സാമ്പിൾസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ക്വാണ്ടൈസേഷനെ മാത്തമാറ്റിക്കലി എങ്ങനെ മോഡൽ ചെയ്യാം, അതിൽ വരുന്ന ഡിഫറെന്റ് ടേംസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഫിഗർ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഇൻപുട്ട് ആംപ്ലിറ്റ്യൂഡിനെ ഡിഫറെന്റ് റേഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു 11 ഡിസ്ക്രീറ്റ് ലെവൽസ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇൻപുട്ടിന്റെ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് റേഞ്ചിനെ 11 ഡിഫറെന്റ് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്നുള്ളത്. സോ അങ്ങനെയുള്ള ആ റീജിയൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ എം കെ തുടങ്ങി എം കെ പ്ലസ് 1 വരെ ഒരു റീജിയൻ, എം കെ പ്ലസ് 1 തുടങ്ങി എം കെ പ്ലസ് 2 വരെ അടുത്ത റീജിയൻ, അങ്ങനെ. ഓക്കെ, ദെൻ ആസ് ഷോൺ ഇൻ ദി ഫിഗർ, the signal amplitude m is specified by the index k if it lies inside the partition cell ik, and this partition cell ik is from mk to mk plus 1. ഇവിടെ നമ്മൾ നമ്മുടെ ഇൻപുട്ടിനെ ഡിഫറെന്റ് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ റീജിയനെയാണ് നമ്മൾ പാർട്ടീഷൻ സെൽ എന്ന് പറയുന്നത്. ഈ എം കെ തുടങ്ങി എം കെ പ്ലസ് 1 വരെ ഒരു പാർട്ടീഷൻ സെല്ല്, എം കെ പ്ലസ് 1 തുടങ്ങി എം കെ പ്ലസ് 2 വരെ അടുത്ത പാർട്ടീഷൻ സെല്ല്, അങ്ങനെ. ദെൻ നമ്മൾ ഒരു സാമ്പിളിന്റെ കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് വന്നിരിക്കുന്നത് ഈ ഒരു റേഞ്ചിന്റെ അകത്താണെന്ന് വിചാരിക്കുക. ദെൻ ആ സാമ്പിളിന്റെ ആ ഒരു കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഈ കെ എന്ന് പറയുന്ന ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. അതായത് ആ ഒരു ലോ വാല്യൂ ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ സാമ്പിളിന്റെ ആംപ്ലിറ്റ്യൂഡിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി നമ്മൾ വേറെ ഒരു സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് വന്നിരിക്കുന്നത് ഈ ഒരു റേഞ്ചിലാണെന്ന് വിചാരിക്കുക. അതായത് എം കെ പ്ലസ് 1 തുടങ്ങി എം കെ പ്ലസ് 2 വരെയുള്ള ഈ ഒരു പാർട്ടീഷൻ സെല്ലിന്റെ ഈ ഒരു റേഞ്ചിലാണ് ഒരു സാമ്പിളിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് വന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഈ കെ പ്ലസ് 1 എന്ന് പറയുന്ന ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഒരു സാമ്പിളിന്റെ ആംപ്ലിറ്റ്യൂഡ് ഏത് റേഞ്ചിന്റെ അകത്താണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ആ ഒരു റേഞ്ചിന്റെ ആ ഒരു ലോവർ ലിമിറ്റ് വാല്യൂ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഇൻപുട്ട് ആംപ്ലിറ്റ്യൂഡിനെ ഇൻഡെക്സ് ചെയ്യുന്നത്. എല്ലാ കേസിലും നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. സോ കെ ഈക്വൽ ടു 1 to L എന്ന് പറയുന്ന എല്ലാ കേസിലും നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇൻപുട്ട് ആംപ്ലിറ്റ്യൂഡിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടെ L എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ലെവൽസ് യൂസ്ഡ് ഇൻ ദി ക്വാണ്ടൈസർ. നമുക്ക് ടോട്ടൽ L ഡിസ്ക്രീറ്റ് വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ഇൻപുട്ട് റേഞ്ചുകൾ ഉണ്ടായിരിക്കും. ദെൻ ഹിയർ ദി ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ്സ് എം കെ വേരീസ് ഫ്രം 1 to L at the quantizer input are called decision levels or decision thresholds. നമ്മൾ ഇൻപുട്ടിനെ ഇങ്ങനെ ഡിഫറെന്റ് റേഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ എം കെ തുടങ്ങി എം കെ പ്ലസ് 1 വരെയുള്ള ഈ ഒരു റേഞ്ച് കൺസിഡർ ചെയ്യുക. ഇവിടെ നമ്മൾ ഈ ഒരു റേഞ്ചിന്റെ ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ് വാല്യൂസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഈ എം കെ ആൻഡ് എം കെ പ്ലസ് 1 എന്ന് പറയുന്ന ഈ വാല്യൂസ്, അതിനെയാണ് നമ്മൾ ഈ ഡിസിഷൻ ലെവൽസ് അല്ലെങ്കിൽ ഡിസിഷൻ ത്രെഷോൾഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ
എക്സാമ്പിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ -0.5നും +0.5നും ഇടയിലുള്ള ഒരു റേഞ്ച് എന്ന് പറഞ്ഞിരുന്നു. ദെൻ 0.5നും 1.5നും ഇടയിലുള്ള റേഞ്ച്, ദെൻ 1.5നും 2.5നും ഇടയിലുള്ള റേഞ്ച്, അങ്ങനെ നമ്മൾ പറഞ്ഞു പോയിരുന്നു. സോ ആ കേസിൽ -0.5, ദെൻ 0.5, ദെൻ 1.5, ദെൻ 2.5 അങ്ങനെ പോകുന്ന ആ വാല്യൂസ്, അതിനെയാണ് നമ്മൾ ഡിസിഷൻ ലെവൽസ് അല്ലെങ്കിൽ ഡിസിഷൻ ത്രെഷോൾഡ്സ് എന്ന് പറയുന്നത്. ജനറൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻപുട്ടിനെ നമ്മൾ ഡിഫറെന്റ് റേഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ റേഞ്ചിന്റെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്ന ആ വാല്യൂസ്, അതാണ് ഡിസിഷൻ ലെവൽസ് അല്ലെങ്കിൽ ഡിസിഷൻ ത്രെഷോൾഡ്സ് വരുന്നത്. ദെൻ at the quantizer output, the index k is transformed into an amplitude Vk that represents all amplitudes of the cell Ik. Okay, നമ്മുടെ ഈ IK എന്ന് പറയുന്ന ഈ ഒരു പാർട്ടീഷൻ സെല്ലിന്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു വോൾട്ടേജ് റേഞ്ചിന്റെ അകത്ത് ആണ് ഒരു സാമ്പിളിന്റെ ആ ഒരു കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ആംപ്ലിറ്റ്യൂഡ് റേഞ്ചിനെ VK എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് ലെവൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഇവിടെ നമ്മൾ ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് റേഞ്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ K ആണ് ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്തത്. സോ ഈ ഒരു റേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡിനെയും നമ്മൾ ഈ ഒരു K വെച്ചിട്ട് തന്നെയാണ് ഇൻഡെക്സ് ചെയ്യുന്നത്. ദെൻ നമ്മൾ വേറെ ഒരു സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് വന്നിരിക്കുന്നത് ഈ ഒരു റേഞ്ചിന്റെ അകത്താണെന്ന് വിചാരിക്കുക. അതായത് MK+1 തുടങ്ങി MK+2 വരെയുള്ള ഈ ഒരു റേഞ്ചിന്റെ അകത്താണ് നമ്മുടെ സാമ്പിളിന്റെ ആംപ്ലിറ്റ്യൂഡ് വന്നിരിക്കുന്നതെങ്കിൽ ഈ ഒരു കണ്ടിന്യൂസ് റേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ആ ഒരു ഡിസ്ക്രീറ്റ് ലെവലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് VK+1 ആയിട്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഓരോ റേഞ്ചിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെതായ ഒരു ഡിസ്ക്രീറ്റ് ലെവൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആ ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡ്സിനെ എല്ലാം ചേർത്ത് നമ്മൾ പറയുന്നതാണ് റെപ്രസെന്റേഷൻ ലെവൽസ് അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ ലെവൽസ്. ഓക്കെ, സോ ദീസ് VK വാല്യൂസ് K varies from 1 to L are called representation levels or reconstruction levels. Then the spacing between two adjacent representation levels is called a quantum or step size. രണ്ട് adjacent ആ ഡിസ്ക്രീറ്റ് ലെവൽസുകൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ, അതിനെയാണ് നമ്മൾ ക്വാണ്ടം സൈസ് അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു എക്സാമ്പിളിൽ നമ്മൾ ആ ഡിസ്ക്രീറ്റ് വാല്യൂസ് കൺസിഡർ ചെയ്തിരുന്നത് 0, 1, 2, 3 അങ്ങനെയായിരുന്നു. സോ ആ ഒരു കേസിൽ വരുന്ന സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് 1 ആണ്. ആ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 ആണ്. 1നും 2നും ഇടയ്ക്ക് വരുന്ന ആ ഒരു സൈസ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെ ദെൻ നമ്മൾ സെക്കൻഡ് കൺസിഡർ ചെയ്ത ആ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഡിസ്ക്രീറ്റ് ലെവൽസ് നമ്മൾ 0, 5, 10 ആ രീതിയിൽ ചൂസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ക്വാണ്ടൈസറിന്റെ ഔട്ട്പുട്ട് V നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു VK if the input signal sample M belongs to the interval IK. ഓക്കെ, അതായത് ഈ ഒരു റേഞ്ചിന്റെ അകത്താണ് നമ്മുടെ സാമ്പിളിന്റെ ആ ഒരു ആംപ്ലിറ്റ്യൂഡ് റേഞ്ച് വന്നിരിക്കുന്നതെങ്കിൽ ക്വാണ്ടൈസറിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന ആ ഒരു ഡിസ്ക്രീറ്റ് വാല്യൂ എന്ന് പറയുന്നത് VK ആയിരിക്കും. ദെൻ ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ സാമ്പിളിന്റെ ആംപ്ലിറ്റ്യൂഡ് റേഞ്ച് വന്നിരിക്കുന്നതെങ്കിൽ ക്വാണ്ടൈസറിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഡിസ്ക്രീറ്റ് ലെവൽ എന്ന് പറയുന്നത് VK+1 ആയിരിക്കും. അങ്ങനെ ഓക്കെ, ദെൻ ദി മാപ്പിംഗ് V equal to G of M is the quantizer characteristics which is a staircase function by definition. നെക്സ്റ്റ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വാണ്ടൈസേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. The quantizers can be of a uniform or non-uniform type. In a uniform quantizer, the representation levels are uniformly spaced. Otherwise, the quantizers is non-uniform. ഒരു യൂണിഫോം ക്വാണ്ടൈസർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ റെപ്രസെന്റേഷൻ ലെവൽസുകൾ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എല്ലാ കേസിലും സെയിം തന്നെയായിരിക്കും വരുന്നത്. അതേസമയം നോൺ യൂണിഫോം ക്വാണ്ടൈസർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഈ റെപ്രസെന്റേഷൻ ലെവൽസ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കില്ല, ഡിഫറെന്റ് ഗ്യാപ്പുകളായിരിക്കും വരുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് യൂണിഫോം ക്വാണ്ടൈസറിന്റെ ഡിഫറെന്റ് കേസുകൾ നോക്കാം. ഒരു യൂണിഫോം ക്വാണ്ടൈസർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് 2 ടൈപ്പ് വരുന്നുണ്ട്, മിഡ് ട്രെഡ് ടൈപ്പ് ആൻഡ് മിഡ് റൈസ് ടൈപ്പ്. ഈ ഫിഗർ എയിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ മിഡ് ട്രെഡ് ടൈപ്പ് ക്വാണ്ടൈസറിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ ഫിഗർ ബിയിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ മിഡ് റൈസ് ടൈപ്പ് ക്വാണ്ടൈസറിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എക്സ് ആക്സിസിൽ നമ്മൾ ഇൻപുട്ട് ലെവലും
വൈ ആക്സിസിൽ നമ്മൾ ഔട്ട്പുട്ട് ലെവലുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് എ മിഡ് tread type because the origin lies in the middle of a tread of the staircase like graph, and this one is called mid rise type because the origin lies in the middle of a rising part of the staircase like graph. ഈ രണ്ട് കേസുകളും നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് ദി ഒറിജിൻ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ഇൻപുട്ടിന്റെ ടോട്ടൽ റേഞ്ചിനെ നമ്മൾ ഡിഫറെന്റ് സ്മോൾ റേഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഓരോ റേഞ്ചിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കും. സോ അത് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് ക്ലിയർ ആണ്. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു റേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിസ്ക്രീറ്റ് ലെവൽ എന്ന് പറയുന്നത് 0 ആണ്. ദെൻ ഇൻപുട്ടിന്റെ ഈ ഒരു റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ ഒരു ഡിസ്ക്രീറ്റ് ലെവൽ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ ഇൻപുട്ടിന്റെ ഈ ഒരു റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്ന ഡിസ്ക്രീറ്റ് ലെവൽ എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെ ഓക്കെ. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ഇൻപുട്ടിനെ ഡിഫറെന്റ് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ആ ഓരോ റേഞ്ചിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഡിസ്ക്രീറ്റ് ലെവൽസും നമുക്ക് ഇവിടെ കാണാം. ദെൻ ഇത് രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂണിഫോം ടൈപ്പ് ക്വാണ്ടൈസർ ആണ്. സോ ഈ കേസിൽ സെയിം സ്റ്റെപ്പ് സൈസ് തന്നെയായിരിക്കും എല്ലാ സ്ഥലത്തും വരുന്നത്. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു സെയിം സ്റ്റെപ്പ് സൈസ് ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തും നമുക്ക് വന്നിരിക്കുന്നത്. ഇൻപുട്ട് നമ്മൾ നോക്കുമ്പോഴും ആ ഒരു സെയിം സൈസ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഈ ഒരു കേസ് കൺസിഡർ ചെയ്യുമ്പോഴും ഇതിലും അതേപോലെ തന്നെ സെയിം സ്റ്റെപ്പ് സൈസ് തന്നെയാണ് നമുക്ക് എല്ലാ സ്ഥലത്തും വരുന്നത്. സോ ഇത് രണ്ടും യൂണിഫോം ടൈപ്പ് ക്വാണ്ടൈസേഴ്സ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോൺ യൂണിഫോം ടൈപ്പ് ക്വാണ്ടൈസറിന്റെ കേസ് നോക്കാം. വെൻ വി കൺസിഡർ എ നോൺ യൂണിഫോം ക്വാണ്ടൈസർ ഇറ്റ് ഹാസ് നോൺ യൂണിഫോം സ്റ്റെപ്പ് സൈസ്. ദ സ്റ്റെപ്പ് സൈസ് increases as the separation from the origin of the input output amplitude characteristics is increased. Okay, നോൺ യൂണിഫോം ക്വാണ്ടൈസർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഫോമിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഒറിജിന്റെ അടുത്ത് സ്മോൾ സ്റ്റെപ്പ് സൈസും ഈ ഒറിജിനിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ചിട്ട് ഒരു ലാർജ് സ്റ്റെപ്പ് സൈസും ആണ് വരുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ലോ ഇൻപുട്ട് ലെവൽ റീജിയൻസിൽ നമ്മൾ സ്മോൾ സ്റ്റെപ്പ് സൈസ് യൂസ് ചെയ്യും. ദെൻ ലാർജ് ഇൻപുട്ട് ലെവലിന്റെ അവിടെ നമ്മൾ ലാർജ് സ്റ്റെപ്പ് സൈസ് യൂസ് ചെയ്യും. ദെൻ ഇവിടെ ഇതേ രീതിയിൽ തന്നെ ഈ നെഗറ്റീവ് സൈഡിലേക്കും പോകുന്നുണ്ട്. ഞാൻ അത് ഇവിടെ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ. ദെൻ ഈ ടൈപ്പ് നോൺ യൂണിഫോം ക്വാണ്ടൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പീച്ച് സിഗ്നൽസിനെയൊക്കെ ക്വാണ്ടൈസ് ചെയ്യുന്ന കേസിലാണ്. നമ്മുടെ വോയിസ് സിഗ്നൽസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഒരു 1000 വോൾട്ട് തുടങ്ങി 1 വോൾട്ടേജ് വരെയുള്ള സിഗ്നൽസ് വരുന്നുണ്ട്. ബട്ട് അതില് ലോ വോൾട്ടേജ് സിഗ്നൽസ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. ഹൈ വോൾട്ടേജ് സിഗ്നൽസ് റെയർ ആയിട്ട് മാത്രമേ ഒക്കർ ചെയ്യുള്ളൂ. കൂടുതൽ ഇൻഫർമേഷൻ അടങ്ങിയിരിക്കുന്നത് ലോ വോൾട്ടേജ് സിഗ്നൽസിലാണ്. സോ ആ ലോ വോൾട്ടേജ് പോർഷനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റണം. അതല്ലെങ്കിൽ അവിടെ ഇൻഫർമേഷൻ ലോസ് ഒക്കർ ചെയ്യും. സോ ആ ലോ വോൾട്ടേജ് പോർഷനെ പ്രിസൈസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലോ വോൾട്ടേജ് സെക്ഷനിൽ സ്മോൾ സ്റ്റെപ്പ് സൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അല്ലെങ്കിൽ ഈ ഒരു ലോ വോൾട്ടേജ് പോർഷന് മോർ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്മോൾ സ്റ്റെപ്പ് സൈസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ആ 2 എക്സാമ്പിൾസിലെ പോലെ ഇപ്പൊ നമ്മൾ സ്റ്റെപ്പ് സൈസ് 0, 5, 10 ആ ഒരു രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ 0 കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 5 റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 5 കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 10 റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ 0യ്ക്കും 5നും ഇടയ്ക്ക് വരുന്ന ഒരു 1, 2, 3, 4 ആംപ്ലിറ്റ്യൂഡ് ലെവൽസ് ഒക്കെ അപ്പൊ നമുക്ക് മിസ്സാകും. സോ അവിടെ ഒരു ഇൻഫർമേഷൻ ലോസ് ഒക്കർ ചെയ്യും. ആ ലോ ആംപ്ലിറ്റ്യൂഡ് സിഗ്നൽസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് സൈസ് പിന്നെയും കുറക്കണം. ദെൻ നമ്മുടെ വോയിസ് സിഗ്നലിന്റെ കേസിൽ ഹൈ ആംപ്ലിറ്റ്യൂഡ് സിഗ്നൽസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് റെയർ ആയിട്ട് മാത്രമേ ഒക്കർ ചെയ്യുന്നുള്ളൂ. സോ അതിനെ ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഒരു ലാർജ് സ്റ്റെപ്പ് സൈസ് യൂസ് ചെയ്താൽ മതി. സോ നമുക്ക് ഇൻപുട്ടിന്റെ ആ ഒരു ലോവർ ആംപ്ലിറ്റ്യൂഡ് സെക്ഷനിൽ സ്റ്റെപ്പ് സൈസ് കുറവായിരിക്കണം. ഹയർ ആംപ്ലിറ്റ്യൂഡ് സെക്ഷനിൽ സ്റ്റെപ്പ് സൈസ് കൂടുതലായിരിക്കണം. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ നോൺ യൂണിഫോം ക്വാണ്ടൈസർ യൂസ് ചെയ്യുന്നത്. By using this non-uniform quantizer, a nearly uniform percentage precision is achieved throughout the greater part of the amplitude range of the input signal. Then next നമുക്ക് ഈ non-uniform quantizer എങ്ങനെ റിയലൈസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. The use of a non-uniform quantizer is equivalent to
passing the baseband signal through a compressor and then applying the compressed signal to a uniform quantizer. ഓക്കെ, സോ ഈ ഒരു നോൺ യൂണിഫോം ക്വാണ്ടൈസേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഒറിജിനൽ ബേസ് ബാൻഡ് ഫോമിലുള്ള സാമ്പിൾസിനെ ആദ്യം കംപ്രസ് ചെയ്യണം. ദെൻ ആ കംപ്രസ്ഡ് സിഗ്നല് ഒരു യൂണിഫോം ക്വാണ്ടൈസറിന്റെ ഇൻപുട്ടായിട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് അതിന്റെ ഔട്ട്പുട്ടിൽ ആ ഒരു നോൺ യൂണിഫോം ക്വാണ്ടൈസ്ഡ് സിഗ്നൽ കിട്ടും. ഓക്കെ, സോ കംപ്രസറും ഒരു യൂണിഫോം ക്വാണ്ടൈസറും കൂടി ചേർന്നതാണ് നമ്മളുടെ നോൺ യൂണിഫോം ക്വാണ്ടൈസർ. ദെൻ ഈ ഒരു കംപ്രസർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കംപ്രഷൻ അച്ചീവ് ചെയ്യാം. രണ്ട് ലോസ് അതിനു വേണ്ടിയിട്ട് പറയുന്നുണ്ട്, മ്യൂ ലോയും എ ലോയും. ഫസ്റ്റ് നമുക്ക് മ്യൂ ലോയുടെ കേസ് നോക്കാം. അക്കോർഡിംഗ് ടു മ്യൂ ലോ, ദി ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ഈസ് ഗിവൺ ബൈ മോഡ് വി ഈസ് ഈക്വൽ ടു ലോഗ് 1 പ്ലസ് മ്യൂ മോഡ് എം ഡിവൈഡഡ് ബൈ ലോഗ് ഓഫ് 1 പ്ലസ് മ്യൂ, വേർ എം ആൻഡ് വി ആർ നോർമലൈസ്ഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജസ് ആൻഡ് മ്യൂ ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഈ മ്യൂ ലോ അനുസരിച്ചിട്ട് നമ്മുടെ എം എന്ന് പറയുന്ന ഇൻപുട്ടിനെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് അതിന്റെ കറസ്പോണ്ടിങ് ഡിസ്ക്രീറ്റ് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ മ്യൂ ലോ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ സാമ്പിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ സാമ്പിൾസിന്റെ ആംപ്ലിറ്റ്യൂഡ് റേഞ്ച് നോക്കിയിട്ട് ആ ആംപ്ലിറ്റ്യൂഡ് റേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഡിസ്ക്രീറ്റ് ലെവല് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നമ്മൾ ഈ എമ്മും വിയും നോർമലൈസ്ഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 0 to 1 റേഞ്ചിലാണ് ഈ ഒരു എമ്മിന്റെയും വിന്റെയും വാല്യൂസ് ഇവിടെ വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ മ്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. ദെൻ ഈ മ്യൂയുടെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് ഒരു യൂണിഫോം ക്വാണ്ടൈസേഷൻ ആയിരിക്കും ഈ ഒരു കേസിൽ ഒക്കർ ചെയ്യുന്നത്. ദെൻ ടിപ്പിക്കൽ വാല്യൂ ഓഫ് മ്യൂ എന്ന് പറയുന്നത് 255 ആണ്. ദെൻ 3 ഡിഫറെന്റ് മ്യൂ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു മ്യൂ ലോ കേസാണ് ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. എക്സ് ആക്സിസില് നമ്മുടെ നോർമലൈസ്ഡ് ഇൻപുട്ടും വൈ ആക്സിസില് നമ്മുടെ നോർമലൈസ്ഡ് ഔട്ട്പുട്ടും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മ്യൂ ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് യൂണിഫോം ക്വാണ്ടൈസേഷൻ ആയിരിക്കും കിട്ടുന്നത്. ദെൻ മ്യൂ ഈക്വൽ ടു 5 ആൻഡ് 100ന്റെ കേസുകൾ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് പ്യുവർലി ലോഗരിതമിക്കും അല്ല, പ്യുവർലി ലീനിയറും അല്ല, അതിന്റെ രണ്ടിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് വരുന്നത്. നമ്മൾ ഡിഫറെന്റ് മ്യൂ വാല്യൂ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡിഫറെന്റ് ലെവൽ ഓഫ് കംപ്രഷൻ ആയിരിക്കും ഇവിടെ ഒക്കർ ചെയ്യുന്നത്. ദെൻ നമ്മൾ ടിപ്പിക്കലി ചൂസ് ചെയ്യുന്ന മ്യൂ വാല്യൂ എന്ന് പറയുന്നത് 255 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് എ ലോയുടെ കേസ് നോക്കാം. എ ലോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻപുട്ടിനെ ആ ഒരു കറസ്പോണ്ടിങ് ഡിസ്ക്രീറ്റ് ലെവലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 0ക്കും 1/aക്കും ഇടയിലാണെങ്കിൽ നമ്മുടെ നോർമലൈസ്ഡ് ഡിസ്ക്രീറ്റ് ലെവല് വി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എ മോഡ് എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലോഗ് എ ആയിരിക്കും. ദെൻ നമ്മുടെ ഇൻപുട്ടിന്റെ ലെവൽ എന്ന് പറയുന്നത് 1/aക്കും 1നും ഇടയിലാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 പ്ലസ് ലോഗ് എ മോഡ് എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലോഗ് എ ആയിരിക്കും. ദെൻ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോർമലൈസ്ഡ് കേസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ എമ്മിന്റെ ടോട്ടൽ റേഞ്ച് നമ്മൾ 0ക്കും 1നും ഇടയ്ക്ക് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എ ലോയില് നമ്മുടെ ഔട്ട്പുട്ട് ഡിസ്ക്രീറ്റ് ലെവല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ സാമ്പിളിന്റെ ആംപ്ലിറ്റ്യൂഡിനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഡിസ്ക്രീറ്റ് ലെവലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഈ ഒരു കേസിൽ എ ഈക്വൽ ടു 1 ആകുമ്പോൾ ദാറ്റ് കറസ്പോണ്ട്സ് ടു യൂണിഫോം ക്വാണ്ടൈസേഷൻ കേസ്. ദെൻ ഇവിടെ നമ്മൾ ടിപ്പിക്കലി യൂസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് എ ഈക്വൽ ടു 87.6 ആണ്. ദെൻ ഡിഫറെന്റ് എ വാല്യൂസിന്റെ കേസിൽ വരുന്ന ആ ഒരു എ ലോയുടെ പ്ലോട്ടാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ആക്സിസിലെ നോർമലൈസ്ഡ് ഇൻപുട്ടും വൈ ആക്സിസിലെ നോർമലൈസ്ഡ് ഔട്ട്പുട്ടും ആണ് വരുന്നത്. ദെൻ എ ഈക്വൽ ടു 1 കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ യൂണിഫോം ക്വാണ്ടൈസേഷന്റെ കേസാണ് വരുന്നത്. ദെൻ ഇവിടെ നമ്മൾ എ ഈക്വൽ ടു 2 ആൻഡ് എ ഈക്വൽ ടു 100 കേസസിന്റെ എ ലോ കേസ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി ലോഗ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ലീനിയർ ഫോമിലല്ല ഇവിടെ വരുന്നത്. അതിന്റെ രണ്ടിന്റെയും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ഇവിടെയും നമ്മൾ ആ ഒരു എയുടെ വാല്യൂ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു കംപ്രഷൻ ചേഞ്ച് ചെയ്യും. ടിപ്പിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന എയുടെ വാല്യൂ എന്ന് പറയുന്നത് 87.6 ആണ്. ഓക്കെ, ദെൻ to restore the signal samples to their correct relative levels, we must use a device in the receiver with a characteristics complementary to the compressor, and such a device is called an expander. Okay,
നമ്മൾ ഇവിടെ ക്വാണ്ടൈസ് ചെയ്യുന്നത് ആ ഒരു കംപ്രസർ ആൻഡ് യൂണിഫോം ക്വാണ്ടൈസർ യൂസ് ചെയ്തിട്ടാണ്. സോ റിസീവർ സൈഡിൽ നമുക്കിതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ കംപ്രസറിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷനുള്ള ഒരു ഡിവൈസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് നമ്മുടെ എക്സ്പാൻഡർ വരുന്നത്. ട്രാൻസ്മിറ്റർ സൈഡിൽ നമ്മൾ കംപ്രസ് ചെയ്യുന്നു, റിസീവർ സൈഡിൽ അപ്പോൾ നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്യണം. ദെൻ ഈ കംപ്രസറിന്റെയും എക്സ്പാൻഡറിന്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ കോമ്പാൻഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്വാണ്ടൈസേഷൻ നോയ്സ് ആൻഡ് സിഗ്നൽ ടു ക്വാണ്ടൈസേഷൻ നോയ്സ് റേഷ്യോ നോക്കാം. വി നോ ദ യൂസ് ഓഫ് ക്വാണ്ടൈസേഷൻ ഇൻട്രൊഡ്യൂസസ് ആൻ എറർ ഡിഫൈൻഡ് ആസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇൻപുട്ട് സിഗ്നൽ എം ആൻഡ് ദി ഔട്ട്പുട്ട് സിഗ്നൽ വി ആൻഡ് ദി എറർ ഈസ് കോൾഡ് ക്വാണ്ടൈസേഷൻ നോയ്സ്. നമുക്കറിയാം ക്വാണ്ടൈസേഷൻ പ്രോസസ്സിൽ നമ്മൾ ഒരു സാമ്പിളിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിനെ ഒരു ഡിസ്ക്രീറ്റ് ലെവൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. സോ ആ ഒരു അപ്രോക്സിമേറ്റഡ് വാല്യൂവും ഒറിജിനൽ വാല്യൂവും തമ്മിൽ എന്തായാലും അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് എറർ ഈസ് കോൾഡ് ക്വാണ്ടൈസേഷൻ നോയ്സ്. ഓക്കെ, സോ ക്വാണ്ടൈസേഷൻ നോയ്സ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇൻപുട്ട് സിഗ്നൽ എം ആൻഡ് ദി ഔട്ട്പുട്ട് സിഗ്നൽ വി. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അതിനു വേണ്ടിയിട്ട് കൺസിഡർ ദാറ്റ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മെസ്സേജ് സിഗ്നൽ വേരീസ് ഫ്രം -Vmax ടു +Vmax. നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വന്നിരിക്കുന്ന മാക്സിമം വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് Vmax ആണെന്ന് വിചാരിക്കുക. മിനിമം വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് -Vmax ആണെന്ന് വിചാരിക്കുക. ദെൻ ഇതിന്റെ ഈ ഒരു ടോട്ടൽ വോൾട്ടേജ് റേഞ്ച്, അതായത് Vmax -Vmax, ആ ഒരു ടോട്ടൽ വോൾട്ടേജ് റേഞ്ചിനെയാണ് നമ്മൾ ഫുൾ സ്കെയിൽ വോൾട്ടേജ് VFS ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ ഓൾസോ കൺസിഡർ ദാറ്റ് വി ആർ യൂസിംഗ് ആൻ n-bit ക്വാണ്ടൈസർ വിത്ത് 2n ഡിസ്ക്രീറ്റ് ലെവൽസ് ഓർ റെപ്രസെന്റേഷൻ ലെവൽസ്. ഒരു ക്വാണ്ടൈസർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് ലെവൽസ് ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. ദെൻ ആ നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് ലെവൽസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് n ബിറ്റ്സ് വേണമെന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ നമുക്ക് ടോട്ടൽ 16 ഡിസ്ക്രീറ്റ് ലെവൽസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം 2⁴ ആണ് 16 വരുന്നത്. സോ നമുക്ക് 4 ബിറ്റുകൾ ആ കേസിൽ യൂസ് ചെയ്യണം. അതേസമയം 8 ഡിസ്ക്രീറ്റ് ലെവൽസ് ആണ് ഉള്ളതെങ്കിൽ n എന്ന് പറയുന്നത് =3 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ജനറൽ ആയിട്ട് 2n ഡിസ്ക്രീറ്റ് ലെവൽസ് ഉള്ള ഒരു n-bit ക്വാണ്ടൈസർ കൺസിഡർ ചെയ്യാം. ദെൻ ഈ ഒരു കേസിൽ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് ഇൻപുട്ടിന്റെ ആ ഒരു ടോട്ടൽ വോൾട്ടേജ് റേഞ്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് ലെവൽസ് ആയിരിക്കും. നമ്മൾ ഒരു ക്വാണ്ടൈസറിന്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ എത്ര ഡിസ്ക്രീറ്റ് ലെവൽസ് ഉണ്ടോ അത്രയും റീജിയൻസ് ആയിട്ട് നമുക്ക് ഇൻപുട്ടിന്റെ ആ ഒരു ടോട്ടൽ റേഞ്ചിനെ ഡിവൈഡ് ചെയ്യണം. ആ ഒരു ഇൻപുട്ട് റേഞ്ചിന്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടിന്റെ ആ ഒരു ടോട്ടൽ വോൾട്ടേജ് റേഞ്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് ലെവൽസ് ആയിരിക്കും. ആൻഡ് അതാണ് നമ്മളുടെ സ്റ്റെപ്പ് സൈസ് വരുന്നത്. ആ സ്റ്റെപ്പ് സൈസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ യൂസ് ചെയ്തിട്ടാണ്. സോ സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു VFS ബൈ 2n ആയിരിക്കും. VFS ആണ് നമ്മളുടെ ടോട്ടൽ വോൾട്ടേജ് റേഞ്ച് ആൻഡ് 2n ആണ് നമ്മുടെ നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് ലെവൽസ്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ n=4 കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ഒരു 4-bit ക്വാണ്ടൈസർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ടോട്ടൽ 16 ഡിസ്ക്രീറ്റ് ലെവൽസ് ഉണ്ടായിരിക്കും. ആൻഡ് ആ കേസിൽ നമ്മൾ നമ്മുടെ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് റേഞ്ചിനെ, അതായത് നമ്മളുടെ ഈ Vmax -Vmax വോൾട്ടേജിനെ 16 ഡിഫറെന്റ് പാർട്ടീഷൻ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ആ ഒരു സിംഗിൾ പാർട്ടീഷൻ സെല്ലിന്റെ സൈസ് ആണ് നമ്മളുടെ സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ. Now to proceed further, we are considering an example. Consider the transfer function of a uniform quantizer with input from -4 delta to 4 delta. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. നമ്മൾ ഇവിടെ ഒരു മിഡ് റൈസ് ടൈപ്പ് യൂണിഫോം ക്വാണ്ടൈസർ കേസാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഇൻപുട്ടിന്റെ റേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ -4 ഡെൽറ്റ തുടങ്ങി +4 ഡെൽറ്റ വരെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് ഡെൽറ്റയാണ്. സോ നമ്മൾ ഇവിടെ ഇൻപുട്ടിന്റെ ഈ റേഞ്ച് ഈ ഡെൽറ്റ യൂസ് ചെയ്തിട്ട് 0 to ഡെൽറ്റ, ഡെൽറ്റ ടു 2 ഡെൽറ്റ, 2 delta to 3 delta, then 3 delta to 4 delta, then minus delta to 0, then minus 2 delta to minus delta, then minus 3 delta to minus 2 delta, then minus 4 delta to minus 3 delta അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ
മിഡ് റൈസ് ടൈപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഫോമിലാണ് നമ്മുടെ സ്റ്റെപ്പ് വേവ് ഫോം വരുന്നത്. ഇവിടെയും നമ്മുടെ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് ഡെൽറ്റയാണ്. സോ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു സൈസ് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഫ്രം -Δ/2 ടു +Δ/2. അതായത് ഡെൽറ്റയാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത്. ദെൻ അടുത്ത സ്റ്റെപ്പ് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ സൈസും ഡെൽറ്റയാണ് നമുക്ക് വരേണ്ടത്. സോ നമുക്ക് ഇവിടെ 3Δ/2 ആയിരിക്കും വരുന്നത്. ഈ 3Δ/2 മൈനസ് Δ/2 ആണ് ഡെൽറ്റ വരുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ 5Δ/2 ആയിരിക്കും. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 7Δ/2 ആയിരിക്കും. ദെൻ അതേപോലെ തന്നെ നെഗറ്റീവ് കേസസ് ഇങ്ങോട്ടേക്ക് നമുക്ക് വരും. ദെൻ നമുക്ക് ഇവിടെ ഈ മാക്സിമം ലെവൽസ് വരുന്നത് +7Δ/2 ആൻഡ് -7Δ/2 ആണ്. കാരണം നമ്മൾ ഇൻപുട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ -4Δ2 +4Δ വരെയാണ്. ആ ഒരു റേഞ്ചിന്റെ അകത്ത് നമുക്ക് വരുന്ന ആ ഒരു മാക്സിമം ഔട്ട്പുട്ട് ലെവല് എന്ന് പറയുന്നത് 7Δ/2 ആയിരിക്കും. ഓക്കെ, ദെൻ ഈ ഒരു കേസ് വെച്ചിട്ട് നമുക്ക് ക്വാണ്ടൈസേഷൻ എറർ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഔട്ട്പുട്ട് സിഗ്നൽ മൈനസ് ഇൻപുട്ട് സിഗ്നൽ. അതല്ലെങ്കിൽ നമുക്ക് തിരിച്ചും വേണമെങ്കിൽ എഴുതാം, ഇൻപുട്ട് സിഗ്നൽ മൈനസ് ഔട്ട്പുട്ട് സിഗ്നൽ. എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് ആ രണ്ട് വാല്യൂസ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കിട്ടിയാൽ മതി. അതിന്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ നമ്മൾ ആ ക്വാണ്ടൈസേഷൻ എററിനെ ഇ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് ഇ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് സിഗ്നൽ വാല്യൂ മൈനസ് കറസ്പോണ്ടിങ് ഇൻപുട്ട് സിഗ്നൽ വാല്യൂ. ദെൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ മാക്സിമം പോയിന്റ് കൺസിഡർ ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്ന ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് 7Δ/2 ആണ്. ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത് 4Δ ആണ്. സോ അതിന്റെ ഡിഫറൻസ് നമ്മൾ എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് 7Δ/2 മൈനസ് 4Δ. ദെൻ ഇവിടെ LCM എടുക്കുക. സോ ഹിയർ വി വിൽ ഗെറ്റ് 7Δ മൈനസ് 8Δ ഡിവൈഡഡ് ബൈ 2 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -Δ/2. ദെൻ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് Δ/2 കിട്ടും. ദെൻ ഇതേ എറർ വാല്യൂ തന്നെയാണ് നമ്മൾ ഏത് പോയിന്റിൽ കൺസിഡർ ചെയ്താലും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഇൻപുട്ടിന്റെ ഈ ഒരു 3Δ പോയിന്റ് കൺസിഡർ ചെയ്യുക. ആ ഒരു പോയിന്റിൽ വന്നിരിക്കുന്ന ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് 5Δ/2 ആണ്. ഇവിടെ നമ്മൾ ഈ 5Δ/2 മൈനസ് 3Δ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ആ ഒരു മാഗ്നിറ്റ്യൂഡ് Δ/2 തന്നെയായിരിക്കും കിട്ടുന്നത്. ദെൻ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ടിന്റെ ഡെൽറ്റ പോയിന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് Δ/2 മൈനസ് ഡെൽറ്റയാണ്. ഇവിടെയും നമുക്ക് ആ മാഗ്നിറ്റ്യൂഡ് Δ/2 തന്നെയാണ് കിട്ടുന്നത്. ദെൻ ഈ ഒരു നെഗറ്റീവ് സൈഡ് നമ്മൾ നോക്കുമ്പോഴും നമ്മുടെ ഔട്ട്പുട്ട് വാല്യൂവും അതിന്റെ കറസ്പോണ്ടിങ് ഇൻപുട്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയും മാഗ്നിറ്റ്യൂഡ് വാല്യൂ കിട്ടുന്നത് Δ/2 തന്നെയായിരിക്കും. സോ സ്റ്റെപ്പ് സൈസ് ഡെൽറ്റയാണെങ്കിൽ നമുക്ക് എറർ വരുന്നത് Δ/2 ആണ്. സോ ഈ ഒരു യൂണിഫോം ക്വാണ്ടൈസറിന്റെ ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത് Δ/2 ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് സിഗ്നൽ ടു ക്വാണ്ടൈസേഷൻ നോയ്സ് റേഷ്യോയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സിഗ്നൽ ടു ക്വാണ്ടൈസേഷൻ നോയ്സ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ നോയ്സിന്റെ RMS വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഇൻപുട്ട് സിഗ്നലിന്റെ RMS വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ഇൻപുട്ടിന്റെ RMS വാല്യൂ ഡിവൈഡഡ് ബൈ ഈ ക്വാണ്ടൈസേഷൻ നോയ്സിന്റെ RMS വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽ ടു ക്വാണ്ടൈസേഷൻ നോയ്സ് റേഷ്യോ കിട്ടും. സോ ഫസ്റ്റ് നമ്മൾ ഈ നോയ്സിന്റെ RMS വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് നമുക്ക് ഈ RMS ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/Δ ഇന്റഗ്രൽ -Δ/2 ടു +Δ/2 ഇ സ്ക്വയർ DE. ഈ ആണ് നമ്മുടെ ക്വാണ്ടൈസേഷൻ നോയ്സ്. അതിന്റെ RMS വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ എററിനെ -Δ/2 ടു +Δ/2 ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ചെയ്യണം. ദെൻ നമുക്കിവിടെ വേണ്ടത് മീൻ സ്ക്വയർ വാല്യൂ ആണ്. സോ അതുകൊണ്ട് നമ്മളിവിടെ ഇനെ സ്ക്വയർ ചെയ്തു. ദെൻ നമുക്ക് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ കിട്ടാനായിട്ട് ഈ കംപ്ലീറ്റ് ടേമിന്റെയും ആ ഒരു സ്ക്വയർ റൂട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ദിസ് സ്ക്വയർ റൂട്ട് ഓഫ് 1/Δ ഇന്റഗ്രൽ -Δ/2 ടു +Δ/2 ഇ സ്ക്വയർ DE ആണ് നമ്മുടെ എററിന്റെ അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടൈസേഷൻ നോയ്സിന്റെ RMS വാല്യൂ വരുന്നത്. ദെൻ നമുക്കറിയാം ഇന്റഗ്രൽ ഇ സ്ക്വയർ DE എന്ന് പറയുന്നത് E³/3 ആണ്. ദെൻ അതിൽ ഈ ലിമിറ്റ് -Δ/2 ആൻഡ് +Δ/2 അപ്ലൈ ചെയ്യുക. ദെൻ ഇവിടെ 3 കോൺസ്റ്റന്റ് ആണ്. സോ ഇത് ഔട്ട്സൈഡ് എടുത്തിട്ട് ഇവിടെ 1/3Δ ആയിട്ട് എഴുതി. ദെൻ E³ നമ്മുടെ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് Δ/2 ഹോൾ ക്യൂബ് വരും. മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ -Δ/2 ഹോൾ ക്യൂബ് വരും. Then here we will get Δ³ by 8 and here we will get -Δ³ by 8.
ദെൻ ഇവിടെ ഈ രണ്ട് മൈനസ് സൈനും ചേർന്ന് പോസിറ്റീവ് ആകും. സോ ഈ ടേം എന്ന് പറയുന്നത് 2 ടൈംസ് ഡെൽറ്റ ക്യൂബ് ബൈ 8 വരും. സോ വി വിൽ ഗെറ്റ് ദിസ് വൺ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/3 ഡെൽറ്റ ഇൻറ്റു 2 ഡെൽറ്റ ക്യൂബ് ബൈ 8. ദെൻ ഇവിടെ 2/8നെ നമുക്ക് 1/4 ആയിട്ട് എഴുതാം. ഈ ഡെൽറ്റയും ഡെൽറ്റ ക്യൂബിലെ ഒരു ഡെൽറ്റയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ദിസ് വൺ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൽറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 ആൻഡ് ദിസ് വൺ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് 12 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡിവൈഡഡ് ബൈ 2√3. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വാണ്ടൈസേഷൻ നോയ്സിന്റെ RMS വാല്യൂ. ദെൻ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഇൻപുട്ട് സിഗ്നലിന്റെ RMS വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻപുട്ട് സിഗ്നലിന്റെ RMS വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് assume that input signal is a sinusoidal signal and we know for a sinusoidal signal its RMS value is Vmax divided by √2. ദെൻ ഈ Vmax എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ സ്കെയിൽ വോൾട്ടേജ് VFSന്റെ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ Vmax ഈസ് ഈക്വൽ ടു VFS ഡിവൈഡഡ് ബൈ 2. സോ നമുക്ക് ഇൻപുട്ടിന്റെ RMS വാല്യൂ VFS ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ √2 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, so the RMS value of the input signal IRMS is equal to Vmax by √2 or that is equal to VFS by 2 divided by √2 and we can write this one as VFS divided by 2√2. Then here we have delta is equal to VFS divided by 2 raised to n and from this VFS is equal to delta into 2 raised to n. Then ഈ VFSന് ഈ ഡെൽറ്റ 2 raised to n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ വി ക്യാൻ റൈറ്റ് IRMS ഇസ് ഈക്വൽ ടു ഡെൽറ്റ 2 raised to n ഡിവൈഡഡ് ബൈ 2√2. സോ ഇപ്പൊ നമുക്ക് നമ്മുടെ ക്വാണ്ടൈസേഷൻ നോയ്സിന്റെ RMS വാല്യൂവും കിട്ടി, ഇൻപുട്ട് സിഗ്നലിന്റെ RMS വാല്യൂവും കിട്ടി. നൗ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് സിഗ്നൽ ടു ക്വാണ്ടൈസേഷൻ നോയ്സ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ദ സിഗ്നൽ ടു ക്വാണ്ടൈസേഷൻ നോയ്സ് റേഷ്യോ SQNR ഇസ് ഈക്വൽ ടു IRMS ഡിവൈഡഡ് ബൈ ERMS. ദെൻ IRMSന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഡെൽറ്റ 2 raised to n ഡിവൈഡഡ് ബൈ 2√2 ആണ്. അത് ഈ IRMSന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ERMSന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഡെൽറ്റ ഡിവൈഡഡ് ബൈ 2√3 ആണ്. അത് ഈ ERMSന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് SQNR ഇസ് ഈക്വൽ ടു ഡെൽറ്റ 2 raised to n ഡിവൈഡഡ് ബൈ 2√2 all divided by delta divided by 2√3. Then this one is equal to delta 2 raised to n divided by 2√2 into 2√3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ദെൻ ഇവിടെ നമുക്ക് ഈ ഡെൽറ്റ ക്യാൻസൽ ചെയ്യാം, ഈ 2 ക്യാൻസൽ ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ദിസ് SQNR ഇസ് ഈക്വൽ ടു 2 raised to n into √3 ഡിവൈഡഡ് ബൈ √2. നെക്സ്റ്റ് നമുക്ക് ഈ SQNRന്റെ DBയിലുള്ള ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. DBയിലുള്ള ഇക്വേഷൻ കിട്ടാനായിട്ട് we need to take 20 log of this one. Okay, so SQNR in DB is equal to 20 log 2 raised to n into √3 divided by √2 and this one is equal to 20 log 2 raised to n plus 20 log √3 divided by √2. Then ഈ ഫസ്റ്റ് ടേമിനെ നമുക്ക് n into 20 log 2 ആയിട്ട് എഴുതാം. ഈ 20 log 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.02 ആണ്. സോ നമുക്ക് ഈ ഫസ്റ്റ് ടേം 6.02 n വരും. ദെൻ ഈ സെക്കൻഡ് ടേമിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് 1.76 കിട്ടും. സോ SQNR ഇൻ DB ഇസ് ഈക്വൽ ടു 6.02 n പ്ലസ് 1.76. ഇതില് n എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്വാണ്ടൈസറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് ലെവൽസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. ഓക്കെ, നമ്മൾ 16 ഡിസ്ക്രീറ്റ് ലെവൽസ് ക്വാണ്ടൈസറിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 16 ഡിഫറെന്റ് ഡിസ്ക്രീറ്റ് ലെവൽസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് 4 ബിറ്റ് കോമ്പിനേഷൻ യൂസ് ചെയ്യണം. കാരണം 2 raised to 4 ആണ് 16 വരുന്നത്. നമ്മുടെ നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് ലെവൽസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ n-ന്റെ വാല്യൂവും കൂടും. ദെൻ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കാണാം n-ന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ സിഗ്നൽ ടു ക്വാണ്ടൈസേഷൻ നോയ്സ് റേഷ്യോയുടെ വാല്യൂവും കൂടും. സോ നമുക്ക് ഗ്രേറ്റർ സിഗ്നൽ ടു ക്വാണ്ടൈസേഷൻ നോയ്സ് റേഷ്യോ കിട്ടാനായിട്ട് n-ന്റെ വാല്യൂ കൂടുന്നതാണ് നല്ലത്. അതായത് നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് ലെവൽസ് കൂടുന്നതാണ് നല്ലത്. അതാണ് നമ്മൾ ആദ്യത്തെ ആ എക്സാമ്പിൾസിൽ പറഞ്ഞത്. നമ്മൾ ആ ഒരു 0 to 10 ആംപ്ലിറ്റ്യൂഡ് റേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് 0, 5, 10 അങ്ങനെ 3 ഡിസ്ക്രീറ്റ് ലെവൽസ് യൂസ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ 0, 1, 2, 3 അങ്ങനെ 10 വരെ ടോട്ടൽ 11 ഡിസ്ക്രീറ്റ് ലെവൽസ് യൂസ് ചെയ്യുന്നതാണ്. ആ നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് ലെവൽസ് കൂടുന്നതിനനുസരിച്ചിട്ട് അത്രയും പ്രിസൈസ് ആയിട്ട് നമുക്ക് സിഗ്നൽസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടും പറ്റും. അതേപോലെ തന്നെ ആ കേസിൽ നമുക്ക് ബെറ്റർ സിഗ്നൽ ടു ക്വാണ്ടൈസേഷൻ നോയ്സ് റേഷ്യോ കിട്ടുകയും ചെയ്യും. ഓക്കെ.